iPhone 15 Proയുടെ മലയാളം അൺബോക്സിംഗ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വർഷത്തെ അവരുടെ ഫ്ലാഗ്ഷിപ്പ് ഫോൺ അതിനകത്തൊന്നാണ് iPhone 15 Pro. അതിൽ തന്നെ ഈ വട്ടം 15 Proയും 15 Pro Maxും തമ്മിൽ അത്യാവശ്യം ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് ഒരു ചെറിയ ഫ്ലാഗ്ഷിപ്പ് ഫോൺ വേണമെന്നാണെങ്കിൽ, അത് ആപ്പിളിൻ്റെ ആണ് വേണ്ടതെങ്കിൽ ഈ വർഷമുള്ള ഓപ്ഷൻ എന്ന് പറയുന്നതാണ് iPhone 15 Pro. അത് ഈ ഫോണിൻ്റെ സ്റ്റാർട്ടിംഗ് പ്രൈസിങ് നോക്കുവാണെങ്കിൽ തന്നെ ഇന്ത്യയിലുള്ള പ്രൈസിങ് നല്ല കൂടുതലാണ്. അതായത് ഈ വേരിയൻറ്റ് ഞാൻ എടുത്തേക്കുന്ന ബേസ് വേരിയൻ്റ് ആണ്. അതിൻ്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് 1,34,900 രൂപയാണ്. അപ്പോൾ ഇതതിൻ്റെ ബേസ് വേരിയൻ്റെ പ്രൈസിംഗ് ആണ്. അപ്പോൾ ഇതിന് മുകളിലേക്കാണ് പ്രൈസിംഗ് പോകുന്നത്. അതും പ്രോ മാക്സ് എടുക്കുകയാണെങ്കിൽ ഇതിലും കൂടുതലാവും. അത് നമ്മളിവിടെ അൺബോക്സിംഗ് നോക്കാൻ നേരത്ത് നമുക്കിവിടെ കാണാൻ പറ്റുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ വർഷം നമുക്ക് കിട്ടിയേക്കുന്ന കേബിളിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. ഐഫോണിനകത്തുള്ള ലൈറ്റ്നിങ് പോർട്ട് മാറിയിട്ട് USB-C പോർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വർഷം വന്നിരിക്കുന്ന കേബിൾ എന്ന് പറയുന്നത് USB-C to USB-C ആണ്. അത് ഇതൊരു ബ്രേഡഡ് കേബിളാണ്. അപ്പോൾ നമുക്ക് സാധാരണ കിട്ടുന്ന കേബിൾ കണക്കല്ല, കുറച്ചുകൂടെ ക്വാളിറ്റി കൂടിയ കേബിൾ തന്നെയാണ്. നമുക്ക് ഇതിൻ്റെ കൂടെ കിട്ടുന്ന, അതായത് ഫോണിൻ്റെ കൂടെ കിട്ടുന്ന കേബിളിനകത്തുള്ള ഡേറ്റ ട്രാൻസ്ഫർ സ്പീഡ് എന്ന് പറയുന്നത് USB 2 സ്പീഡ് മാത്രമേ ഉള്ളൂ. പക്ഷേ USB 3 സ്പീഡ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണാണ് iPhone 15 Proയും 15 Pro Maxും. പക്ഷേ നിങ്ങൾക്ക് ആ സ്പീഡ് കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ കേബിൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കണം. അതായത് നിങ്ങൾക്ക് 10 Gbps/s ഉള്ള സ്പീഡുള്ള കേബിളാണ് വേണ്ടതെങ്കിൽ അത് നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിക്കേണ്ടി വരും. പിന്നെ നമുക്ക് ഫോണിലൂടെ കിട്ടുന്ന അവസാനത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഡോക്യുമെൻറ്റേഷൻ മാത്രമാണ്. അതായത് നമുക്ക് എപ്പോഴത്തെ കണക്ക് തന്നെയാണ്, ചാർജിങ് ബ്രിക്ക് കിട്ടത്തില്ല. അപ്പോൾ ഇതാണ് അൺബോക്സിങ്ങിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യവും. അത് കഴിഞ്ഞ് നമ്മൾ ഫോൺ നോക്കുവാണെങ്കിൽ ഞാൻ എടുത്തേക്കുന്ന കളർ എന്ന് പറഞ്ഞാൽ ടൈറ്റേനിയം ബ്ലൂ ആണ്. നമുക്ക് ഈ വർഷം ഈ ഫോണിനകത്തുള്ള ഏറ്റവും വലിയൊരു വ്യത്യാസമായിട്ട് അവർ മാർക്കറ്റ് ചെയ്തേക്കുന്നതും അത് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മെറ്റീരിയലിനകത്ത് മാറ്റം വന്നിട്ടുണ്ട്. അത് ഇത്രയും കാലം പ്രോ സീരീസ് ഫോൺസിനകത്ത് അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ഫ്രെയിമാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് മാറിയിട്ട് ടൈറ്റേനിയം ഫ്രെയിമാണ് ഈ വർഷം വന്നേക്കുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് 4 കളർ ഓപ്ഷനാണ് കിട്ടിയേക്കുന്നത്. അതിൽ നാച്ചുറൽ ടൈറ്റേനിയം എന്നുള്ള കളറാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉണ്ടായിരുന്ന കളർ. പക്ഷേ ഞാൻ ഈ വർഷം എടുത്ത് ഞാൻ പറഞ്ഞില്ലേ, ബ്ലൂ ടൈറ്റേനിയം ആണ്. നമുക്ക് വേറെ ഉള്ളതെന്ന് പറഞ്ഞാൽ വൈറ്റ് ടൈറ്റേനിയവും ബ്ലാക്ക് ടൈറ്റേനിയം ആണ്. പിന്നെ അത് ടൈറ്റേനിയത്തിനകത്ത് തന്നെ നമുക്ക് ഈ ബ്ലൂവും ബ്ലാക്കും വരുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഈ ഡാർക്ക് കളേഴ്സ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറൽ ടൈറ്റേനിയത്തിനകത്ത് ഒരു കോട്ടിങ് ചെയ്താണ് അവർ ചെയ്തേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ സ്ക്രാച്ച് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇതിന് താഴെയുള്ള നാച്ചുറൽ ടൈറ്റേനിയം കളർ കാണാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നാച്ചുറൽ ടൈറ്റേനിയം അല്ലെങ്കിൽ വൈറ്റ് ടൈറ്റേനിയം എടുക്കുന്നതായിരിക്കും സേഫ് ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാൻ മുമ്പേ പറഞ്ഞായിരുന്നു, നമുക്ക് സ്റ്റോറേജ് ഓപ്ഷൻസ് ഒക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് 4 വേരിയൻ്റ് ആണ് ഈ വർഷം ഉള്ളത്. 128 GB ആണ് ബേസ് വേരിയൻ്റ് ആയിട്ട് വന്നേക്കുന്നത്. പിന്നെ 256 ഉണ്ട്, 512 ഉണ്ട്, പിന്നെ 1 TB ഉണ്ട്. പക്ഷേ പ്രോ മാക്സിൽ പോകുമ്പോൾ സ്റ്റോറേജ് ഓപ്ഷൻസിനകത്ത് കുറച്ച് വ്യത്യാസമുണ്ട്. ഇവിടെ പ്രോയുടെ കാര്യമാണ് പറഞ്ഞേക്കുന്നത്. പ്രോന് ഇങ്ങനെയാണ് സ്റ്റോറേജ് വേരിയൻറ്റ് പോയേക്കുന്നത്. ഇനി ഈ ഫോണിനകത്ത് നമുക്ക് അടുത്ത് ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് പുതിയതായിട്ട് ഒരു ബട്ടൺ വന്നിട്ടുണ്ട്. അതായത് പണ്ടത്തെ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ മാറിയിട്ട് നമുക്ക് ആക്ഷൻ ബട്ടൺ എന്ന് പറഞ്ഞൊരു ബട്ടനാണ് വന്നേക്കുന്നത്. അപ്പോൾ മ്യൂട്ട് അൺമ്യൂട്ട് സ്ലൈഡർ ഉള്ള സ്ഥലത്ത് തന്നെയാണ് അത് വരുന്നത്. അപ്പോൾ അതിനൊരു ആക്ഷൻ ബട്ടൺ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡിഫോൾട്ടായിട്ട് അത് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത് നമുക്ക് ഫോണിനെ മ്യൂട്ട് ചെയ്യാനും അൺമ്യൂട്ട് ചെയ്യാനും വേണ്ടി തന്നെയാണ്. പക്ഷെ നമുക്ക് ഈ ബട്ടൺ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അതായത് മ്യൂട്ട് അൺമ്യൂട്ട് മാറ്റിയിട്ട് വേറൊരു ഫംഗ്ഷനിലേക്ക് ഇതിനെ മാറ്റി കൊടുക്കാൻ പറ്റും. അതും നമ്മൾ ഫോൺ സെറ്റ് ചെയ്യുമ്പോൾ തന്നെ അവർ അങ്ങനത്തെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട്. അതും ഞാനിവിടെ ശ്രദ്ധിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് വേണമെങ്കിൽ ഫോക്കസ് മോഡ് മാറ്റാൻ കൊടുക്കാം, അല്ലെങ്കിൽ ക്യാമറ മാറ്റാൻ കൊടുക്കാം. അതായത് ക്യാമറ ഓൺ ചെയ്യാനും ക്യാമറ ഓൺ ചെയ്ത് ഉടനെ ഒരു ഫോട്ടോ എടുക്കാൻ അങ്ങനത്തെ കാര്യത്തിന് കൊടുക്കാം. പിന്നെ അല്ലെങ്കിൽ ഫ്ലാഷ് ലൈറ്റിനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ വോയിസ് മെമ്മോ, അങ്ങനത്തെ ഓപ്ഷൻസ് ഒക്കെ ഒരുപാടുണ്ട്. അതായത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷോർട്ട് കട്ടിലേക്ക് നമുക്ക് മാറ്റി കൊടുക്കാനും പറ്റുന്നുണ്ട്. അപ്പോൾ ഷോർട്ട് കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പിളിൻ്റെ തന്നെ ഒരു ആപ്പാണ്, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അത് നമുക്ക് ഷോർട്ട് കട്ട് വഴി ഏത് ആപ്പുകളിൽ തുറക്കാനും ആ ആപ്പിനകത്ത് തന്നെ നമുക്കൊരു ഫംഗ്ഷൻ കൊടുത്ത് ആ ആപ്പിൻ്റെ ഒരു സ്പെസിഫിക് കാര്യം ചെയ്യാനും കൊടുക്കാൻ പറ്റും. അതായത് ഈ ആക്ഷൻ ബട്ടൺ എന്ന് പറയുന്നത് നല്ലോണം തന്നെ കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബട്ടനാണ്. അത് വർക്ക് ചെയ്യുന്നത് ഒരു സിംഗിൾ പ്രസ്സിലല്ല, അതിന് വരെ നമ്മൾ ലോങ് പ്രസ്സിലാണ്. അതായത് നമ്മൾ ഞെക്കി പിടിക്കുമ്പോഴാണ് ഈ ബട്ടൺ ടോഗിൾ ആവുന്നത്. അതിനുശേഷം നമ്മളിത് ഓഫ് ചെയ്യണമെങ്കിൽ അത് കണക്കെയാണ് ചെയ്യേണ്ടത്. പക്ഷേ നിങ്ങൾ ക്യാമറയാണ് സെറ്റ് ചെയ്തേക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ ബട്ടൺ ലോങ് പ്രസ് ചെയ്യുമ്പോൾ ക്യാമറ ഓപ്പൺ ആവും. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ ബട്ടൺ വെച്ച് തന്നെ നമുക്ക് ഫോട്ടോ എടുക്കാനും പറ്റും. അതായത് ഒരു ഷട്ടർ ബട്ടണായി മാറുകയും ചെയ്യും. അപ്പോൾ അങ്ങനത്തെ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ നമുക്ക് ഈ ഫോണിനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ടൈറ്റേനിയം മെറ്റീരിയൽ ആയപ്പോഴത്തേക്കും, അത് സ്റ്റെയിൻലെസ് സ്റ്റീൽ മാറിയിട്ട് 14 Proയിനകത്തൊക്കെ അതായിരുന്നു. അപ്പോൾ അത് മാറിയിട്ട് 15 Proയിൽ ടൈറ്റേനിയം വന്നപ്പോഴത്തേക്കും ഇതിനകത്ത് വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അതായത് നമുക്ക് ഈ ഫോണിൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ iPhone 15 Proൻ്റെ വെയിറ്റ് എന്ന് പറഞ്ഞാൽ 187 grams ആണ്. പക്ഷേ 14 Proൻ്റെ വെയിറ്റ് 206 grams ആയിരുന്നു. അതായത് 19 gramസിനകത്ത് വെയിറ്റ് കുറവ് വന്നിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, ഇതിൻ്റെ മൊത്തത്തിലുള്ള ഒരു ഡയമെൻഷൻസ് എടുക്കുകയാണെങ്കിൽ, ഹൈറ്റും വിഡ്ത്തും ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ അതിനകത്തും കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഫോണിൻ്റെ ഡിസ്പ്ലേ ബസ്സിൽ കുറച്ചും കൂടെ ചെറുതായിട്ടുണ്ട്. അത് നമുക്ക് അങ്ങനെ ശ്രദ്ധിക്കാനൊന്നും പറ്റത്തില്ല. നിങ്ങളിൽ 14 Pro ഉണ്ടെങ്കിൽ അങ്ങനെ ഒറ്റ നോട്ടത്തിലൊന്നും അത് വലുതായിട്ട് ശ്രദ്ധിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല. പക്ഷേ കനം ഈ ഫോണിനകത്ത് കുറച്ച് കൂടിയിട്ടുണ്ട്. പക്ഷേ എന്നാലും എനിക്ക് പൊതുവേ ഈ ഫോണിൻ്റെ ഇൻഹാൻഡ് ഫീൽ ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, മുമ്പത്തെ ഐഫോൺ സീരീസ്, അതായത് 14 Pro എടുത്താലോ അല്ലെങ്കിൽ 13 Pro 12 Pro ഒക്കെ എടുത്തു കഴിഞ്ഞാൽ ഫ്ലാറ്റ് ആയിട്ടുള്ള സൈഡിനകത്ത് തന്നെ നല്ല ഷാർപ്പായിട്ടിരിക്കുന്ന സൈഡായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് കേസ് ഇട്ട് ഉപയോഗിക്കാനായിരുന്നു കൂടുതൽ ഇഷ്ടം. അതായത് നല്ല ഷാർപ്പായതുകൊണ്ട് തന്നെ നമ്മൾ കൈ പിടിക്കുമ്പോൾ ആ ഒരു ഇൻഹാൻഡ് ഫീൽ ഏറ്റവും നല്ലതല്ലായിരുന്നു. പക്ഷേ ഈ ഫോണിനകത്ത്, ഈ 15 Pro സീരീസിനകത്ത് അവർ ചെയ്തേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 15ലും അങ്ങനെ തന്നെയാണ് ചെയ്തേക്കുന്നത്. ഇതിൻ്റെ സൈഡും ഫ്ലാറ്റായിട്ട് വന്നേക്കുവാണെങ്കിലും അതിൻ്റെ സൈഡിൻ്റെ അറ്റം വരാൻ നേരത്ത് ചെറിയൊരു കേവ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഫോൺ കൈ പിടിക്കുമ്പോഴത്തേക്കുള്ള കംഫർട്ട് ഫീൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് മാറിയിട്ടുണ്ട്. പക്ഷേ എന്നാലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളൊരു 14 Pro യൂസർ ആണെങ്കിൽ
നിങ്ങൾ 15 പ്രോയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ വന്നേക്കുന്ന ഇങ്ങനത്തെ മാറ്റങ്ങൾ എന്ന് പറയുന്നത് മാത്രമല്ല, ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ അതിനകത്തൊന്നും അങ്ങനെ ഇമ്പ്രൂവ്മെൻറ്റ്സ് കിട്ടിയായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് അൺബോക്സ് ചെയ്ത് ഉപയോഗിച്ചതിന് ശേഷം ഇപ്പോൾ ഡിസ്പ്ലേ എടുക്കുകയാണെങ്കിൽ തന്നെ ഒരു 6.1 ഇഞ്ച് ഡിസ്പ്ലേയാണ് ഇവിടെയും വരുന്നേക്കുന്നത്. അതും ഡിസ്പ്ലേയുടെക്കകത്തുള്ള റെസൊല്യൂഷനോ അല്ലെങ്കിൽ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിക്കകത്തൊന്നും ഒരു മാറ്റം വന്നിട്ടില്ല. നമുക്ക് 14 പ്രോനകത്ത് ഏതായിരുന്നു ഡിസ്പ്ലേ അത് തന്നെയാണ് ഇവിടെ വന്നേക്കുന്നത്. ഓൾവേസ് ഫോൺ സപ്പോർട്ടുള്ള ഡിസ്പ്ലേ തന്നെയാണ്. അത് നമുക്ക് ഡൈനാമിക് ഐലൻഡോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പിന്നെ ബെസൽ ഞാൻ പറഞ്ഞില്ല, ചെറുതായിട്ടൊന്ന് കുറഞ്ഞിട്ടുണ്ടെങ്കിലും അത് നമ്മളങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഡിസ്പ്ലേയുടെ ക്വാളിറ്റിയൊക്കെ ഏറ്റവും ബെസ്റ്റ് തന്നെയാണ്. അതായത് 14 പ്രോയിൽ എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് ഇവിടെയും കിട്ടിയേക്കുന്നത്. പിന്നെ നമുക്ക് ക്യാമറ എടുത്താൽ പോലും ക്യാമറയ്ക്കകത്ത് ബാക്ക് ക്യാമറ സിസ്റ്റം 15 പ്രോനകത്ത് നമുക്ക് മാറ്റങ്ങളൊന്നും അധികം വന്നിട്ടില്ല. അതായത് മെയിൻ ക്യാമറ എടുത്താൽ അതൊരു 14 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. പിന്നെ അൾട്രാ വൈഡും ടെലിഫോട്ടോയും 12 മെഗാ പിക്സൽ ക്യാമറാസ് തന്നെയാണ്. അതായത് തന്നെ നമ്മൾ ടെലിഫോട്ടോയ്ക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫോണിനകത്തുള്ള ടെലിഫോട്ടോ ക്യാമറയ്ക്ക് 3x ഒപ്റ്റിക്കൽ സൂമേ ഉള്ളൂ. നിങ്ങൾക്ക് ആ 5x സൂമുള്ള ക്യാമറ വേണമെങ്കിൽ 15 പ്രോ മാക്സ് തന്നെ എടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഫ്രണ്ട് ക്യാമറയ്ക്കകത്ത് മാറ്റമൊന്നും വന്നിട്ടില്ല. അതൊരു 12 മെഗാ പിക്സൽ ക്യാമറ തന്നെയാണ്. ആപ്പച്ചർ f1.9 തന്നെയാണ്. അതും ക്യാമറ ടെസ്റ്റിംഗ് ഒക്കെ നമ്മൾ ഇൻഡെപ്ത് ആയിട്ട് കൂടുതൽ ചെയ്യുന്നതായിരിക്കും. അതായത് ക്യാമറ ടെസ്റ്റിങ്ങിൻ്റെ വീഡിയോ നിങ്ങൾക്ക് മിസ് ആവണമെങ്കിൽ ഈ ചാനൽ ഉറപ്പായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതൊക്കെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇവിടെ എന്തായാലും ലൈക്കും ചെയ്യുക. പിന്നെ അതിൻ്റെ കൂടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറയിൽ ഹാർഡ്വെയർ പരമായിട്ട് മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിൽ നമുക്ക് സോഫ്റ്റ്വെയർ പരമായിട്ടുള്ള മാറ്റങ്ങൾ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്രൊസസ്സർ ഇമ്പ്രൂവ്മെൻറ്റ് വന്നുകൊണ്ട് തന്നെ നമുക്കിവിടെ പ്രോ വീഡിയോയും പ്രോ ഫോട്ടോ എടുക്കുന്നതിനകത്ത് നല്ലോണം മാറ്റം വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ USB 3 സപ്പോർട്ട് ഉള്ളതുകൊണ്ട് തന്നെ നമുക്കൊരു എക്സ്റ്റേണൽ ഹാർഡ് ഡ്രൈവ് കണക്ട് ചെയ്തിട്ട് അതിനകത്തേക്ക് വീഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്തായാലും ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ കൂടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു പുതിയ ഫോൺ ആയതുകൊണ്ട്, അതായത് പുതിയൊരു പ്രോ സീരീസ് ഫോൺ ആയതുകൊണ്ട് തന്നെ പ്രൊസസ്സർ ഇമ്പ്രൂവ്മെൻറ്റ് വന്നിട്ടുണ്ട്. അത് ഇവിടെ ഉപയോഗിച്ചിരുന്ന പ്രൊസസ്സർ ആപ്പിളിൻ്റെ A17 പ്രോ ചിപ്പാണ്. അതായത് ബയോണിക് എന്നുള്ള വേരിയൻറ്റ് മാറിയിട്ട് പ്രോ ചിപ്പ് എന്നുള്ള ഒരു വേരിയൻറ്റിലേക്ക് മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. അതും ഇതൊരു 3 നാനോമീറ്റർ പ്രൊസസ്സറാണ്. അപ്പം ആദ്യത്തെ 3 നാനോമീറ്റർ ചിപ്സെറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 3 നാനോമീറ്റർ പ്രൊസസ്സർ ആകുമ്പോഴത്തേക്കും ഇവിടെ എഫിഷ്യൻസിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് വരണം. അതായത് നമുക്ക് ബാറ്ററിക്ക് നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് കാണേണ്ടതാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടെ ആപ്പിൾ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് GPU പെർഫോമൻസ് എന്നോട് മാറിയിട്ടുണ്ടെന്നാണ്. അതായത് ഗ്രാഫിക്സ് ലെവലായിട്ട് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നാണ്. അതായത് നമുക്ക് ഗെയിമിംഗ് കളിക്കുന്ന സമയത്ത് കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടണമെന്നാണ്. പക്ഷേ 14 പ്രോ സീരീസോ അല്ലെങ്കിൽ 13 ഒക്കെ എടുത്താൽ തന്നെ അതിൻ്റെയൊക്കെ പെർഫോമൻസിനകത്ത് എനിക്ക് ലാഗോ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം ഒരു അഡ്വാൻറ്റേജ് അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം നമുക്ക് ഫ്യൂച്ചറിൽ അങ്ങനത്തെ സോഫ്റ്റ്വെയർസ് വരുമ്പോൾ മാത്രമേ പറയാൻ പറ്റൂ. അത് ഈ ഫോണിൻ്റെ പെർഫോമൻസും ബാറ്ററി കാര്യങ്ങളെല്ലാം ഇനി ടെസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതും ഞാൻ ആ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ റിവ്യൂവിനകത്ത് പറയുന്നതായിരിക്കും. പിന്നെ ബാക്കിയുള്ള അവസാനത്തെ കുറച്ച് കാര്യങ്ങൾ ഇതിനകത്ത് കാണിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഫേസ് ID സെൻസർ തന്നെ ഉണ്ട്. അതും ഡൈനാമിക് ഐലൻഡിനകത്താണ് വന്നേക്കുന്നത്. അത് ഞാൻ കഴിഞ്ഞ വർഷം iPhone 14 പ്രോ മാക്സ് ഉപയോഗിച്ചുകൊണ്ട് ഈ വർഷം പ്രോ സീരീസിലേക്ക് വന്നപ്പോഴത്തേക്കും ആ ഡൈനാമിക് ഐലൻഡ് കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നതായിട്ടുള്ള കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള കാര്യത്തിനകത്ത് അതായത് സെൻസേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുകയാണെങ്കിൽ എല്ലാം അപ്ഡേറ്റ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ഫോണിനകത്ത് കിട്ടുന്നത്. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഫോൺ തന്നെയാണ് iPhone 15 പ്രോ. പക്ഷേ എനിക്കിപ്പം ആദ്യത്തെ ഒരു ഇംപ്രഷൻ പറയുവാണെങ്കിൽ നിങ്ങൾക്കൊരു 14 പ്രോയോ അല്ലെങ്കിൽ 14 പ്രോ മാക്സോ ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഇതിനകത്തേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ ആ ഒരു അപ്ഗ്രേഡ് ഭയങ്കര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇമ്പ്രൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത് മൊത്തത്തിൽ എടുത്ത് കാണിക്കേണ്ടത് ഡിസൈൻ പരമായിട്ടുള്ളതാണ്. അതും ആ മെറ്റീരിയൽ പരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. അതായത് ഈ ഫ്രെയിമിനകത്തുള്ള ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പക്ഷേ നിങ്ങളൊരു 13 പ്രോയോ അല്ലെങ്കിൽ അതിന് താഴെയുള്ള ഒരു ഫോണാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഈ 15 പ്രോയോ അല്ലെങ്കിൽ 15 പ്രോ മാക്സിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുവാണെങ്കിൽ നല്ലൊരു ഇമ്പ്രൂവ്മെൻറ്റ് അറിയും. കാരണം വെച്ചാൽ നമുക്ക് ആ 14 പ്രോയിനകത്ത് കിട്ടിയ അപ്ഗ്രേഡും അതിൻ്റെ കൂടെ തന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന അപ്ഗ്രേഡ് എല്ലാം കൂടെ എടുക്കാൻ നേരത്ത് നല്ലൊരു അപ്ഗ്രേഡ് ആയിട്ട് തോന്നും. അപ്പോൾ ഇത്രയുള്ള നമ്മൾ അൺബോക്സിങ്ങും ഇനീഷ്യൽ ഇംപ്രഷൻസ് വീഡിയോയും നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.